ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വന്നിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് എന്ന് അറിയപ്പെടുന്ന മൗലിയോങ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കാം, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇവിടുത്തെ പല സ്ഥലപ്പേരുകളും പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ അവസാനത്തെ ഒരു ഐറ്റിനറിയാണ് നമുക്ക് മൗലിയോങ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ദ്വാക്കി റിവറിലേക്കാണ്. അപ്പോൾ ദ്വാക്കി റിവറിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഷില്ലോങ്ങിൽ നിന്ന് ഏതാണ്ട് 72-80 കിലോമീറ്ററിലും വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ യാത്ര തുടങ്ങിയത് ഗുവാഹത്തിയിൽ നിന്നായിരുന്നു അല്ലേ. ഗുവാഹത്തിയിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ കണ്ട് നമ്മളിവിടെ മൗലിയോങ്ങിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ കൂടെയാണ് ഞാനും രാമുവും വന്നിരിക്കുന്നത്. ഭയങ്കര ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വന്നത് ഹെവിയാണ് ഗൈസ്. ഹെവി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ കണ്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കാഴ്ചകൾ കാണും. എന്താ പറയുക, നമ്മൾ ഈ മൗലിയം വില്ലേജ് എങ്ങനെയാണ്, ഇതേ കാര്യങ്ങൾ ഓക്കെ. സോ ഇവിടെ എൻട്രി ഫീസസ് ഉണ്ട്, നമ്മുടെ പാർക്കിംഗ് ഫീസ്. ഈ എൻട്രി ഫീസസും പാർക്കിംഗ് ഫീസസും എല്ലായിടത്തും കോമൺ ആണ് ഗൈസ്. നമ്മൾ ഈ മൗലിയോങ് വില്ലേജിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ അപ്പുറവും ഇപ്പുറമുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ്. ഇടയ്ക്ക് ചെറിയ ഈ മുള കൊണ്ടുള്ള ചെറിയ ബ്രിഡ്ജസ് നമുക്ക് കാണുന്നുണ്ട്. 1-2 ബ്രിഡ്ജസ് ഞങ്ങൾ കണ്ടു. അവിടെ ഒരു സ്കൈ വാക്കുണ്ട്. സ്കൈ വാക്കിൻ്റെ വീഡിയോ വന്നിട്ട് രാമു അപ്ലോഡ് ചെയ്യും. പക്ഷേ ഞാൻ സ്കൈ വാക്ക് ചെയ്തില്ല, ഞാൻ കയറിയിട്ട് ഞാൻ പകുതിക്ക് ഇറങ്ങിപ്പോയായിരുന്നു. അത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. എനിക്കാണെങ്കിൽ ഹൈറ്റ് നല്ല പേടിയാണ് കഴിയും, നല്ല പേടിയാണ്. ഞങ്ങൾ ഈ എന്താ പറയുക, ക്യാബിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ലോക്കൽ ട്രാൻസ്പോർട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഗുവാഹത്തിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് ഷെയർ ടാക്സി കിട്ടും. അത് 500 രൂപ സംതിങ് പെർ പേഴ്സൺ അവർ ചാർജ് ചെയ്യുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് പിന്നെയും ഷെയർ ടാക്സീസും അല്ലാതെ ലോക്കൽ ക്യാബ്സും സുമോസും ഒക്കെ കിട്ടും. നിങ്ങൾക്കത് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് നമ്മുടെ ടൈമിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടിയുടെ അവൈലബിലിറ്റി മറ്റും നോക്കി മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ അക്കോമഡേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും എന്താ പറയുക, ഈ മൗലിയോങ്ങിനകത്തുണ്ട്. വേറെ ഇഷ്യൂസ് ഇല്ല, വേറെ ചില്ലാണ്. പക്ഷേ ഞാനൊരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അത് അതിമനോഹരമാണ്. രണ്ടായിരത്തി 2003 ഈ മൗലിയോങ്ങിന് ഈ ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് എന്നൊരു അവാർഡ് കിട്ടുന്നത്. വില്ലേജ് വൃത്തിയുണ്ട്, ഹൈജീനാണ്, നീറ്റാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് ആ വില്ലേജ് എന്ന സെൻസിൽ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു രാമുവിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വില്ലേജിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് ഒരു അവിടെ ഈ ക്ലീനസ്റ്റ് വില്ലേജ് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള സ്ഥലം എന്നതിനപ്പുറത്തേക്ക് ഫുള്ള് ഹോം സ്റ്റേസ് ആണ്. നിങ്ങളിവിടെ വന്ന് നിങ്ങൾക്ക് ഒരുപാട് ഹോം സ്റ്റേസ് വില്ലേജിനകത്ത് കാണാൻ പറ്റും. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളുടെ അന്നോ എന്താ പറയുക, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ സമയം കിട്ടില്ല. കാരണം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. ട്രസ്റ്റ് മീ, അവിടെ ഉള്ളതൊക്കെ ഈ മേഘാലയൻ ഓതൻറ്റിക് ഫുഡ് നോക്കും, അല്ലെങ്കിൽ കാസി ഫുഡ്, ട്രൈബൽ ഫുഡ് നോക്കുന്ന സമയത്ത് ഒരൊറ്റ ഫുഡില്ലെന്നേ. കാരണം ഈ മൗലിയോങ് സ്ഥിതി ചെയ്യുന്നത് കാസി വില്ലേജിലാണ്, അല്ലെങ്കിൽ കാസി ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. വില്ലേജിലെ കാസി ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ഒരൊറ്റ ട്രഡീഷണൽ ഫുഡ് പോലില്ല. ചപ്പാത്തി, നോർമൽ റൈസ്, പൂരി ബാജി, പിന്നെന്തോ നൂഡിൽസ്. പക്ഷെ ഇതൊന്നും അല്ല ഗൈസ്, ഇവരുടെ ട്രഡീഷണൽ ഫുഡ്സും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്തുവാണ്, ഏഷ്യയിലെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ്, അവിടെ വില്ലേജ് കൾച്ചറിനെ കുറിച്ച് അറിയാൻ പറ്റുക ഒക്കെ അല്ലേ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് കണ്ടു എന്നൊരു ആഗ്രഹത്തിന് പുറത്ത് വരണമെങ്കിൽ വരാം. ഇവിടെ വരുമ്പം നിങ്ങൾ തൊട്ട് മുന്നേ കണ്ട വീഡിയോയിൽ കണ്ട ലിവിങ് റൂട്ട് ബ്രിഡ്ജ് അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ബാലൻസിങ് റോക്ക് കാണാം, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമുക്ക് ഇവിടേക്ക് വരാം. ആ സ്കൈ വാക്കും വർത്തിട്ടായിരുന്ന രാമു പറഞ്ഞത്. ജസ്റ്റ് ആ കയറുന്ന അല്ലെങ്കിൽ മുകളിൽ നിന്ന് ചുറ്റുള്ള കിട്ടുന്ന ഒരു വ്യൂ അപ്പോൾ വർത്തിട്ടായിരുന്നു പറഞ്ഞത്. അല്ലാണ്ട് വർത്ത് വിസിറ്റാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയില്ലല്ലോ, സത്യം പറയാലോ. മേ ബി അവർ ഈ വരുന്ന വർഷം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുമായിരിക്കും, കുറേ കൂടി നല്ല കാര്യങ്ങൾ, ഒരു ലോക്കൽ കൾച്ചറിൻ്റെ ഒരു ഇൻഫ്യൂഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ വില്ലേജ് കേട്ടോ. വില്ലേജ് വീടുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാലും എന്തൊക്കെയോ വ്യത്യാസങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ട്രൈബൽ ഏരിയ അല്ലേ, ട്രൈബൽ ഏരിയ ആണ്. അപ്പോൾ ഫുള്ള് എന്താ പറയുക, ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആണ്. നമ്മൾ വരുന്ന സിറ്റി സൈഡിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു കുറച്ച് മൊമെൻറ്റ് നമുക്ക് നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അത് ക്ലീനാണ് കേട്ടോ. നമ്മൾ
നമ്മൾ നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയും കച്ചറയൊക്കെ കിടക്കുന്നത് പോലെയല്ല, ഇവിടെ ഫുള്ള് ക്ലീനാണ്. ഒരു സ്ഥലത്ത് പോലും ഒന്നും പ്ലാസ്റ്റിക് ആണെങ്കിലും അങ്ങനെ ഒന്നും തന്നെ എങ്ങും കാണാനില്ല. എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാറൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും കാറോ വണ്ടിയോ ഒന്നുമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയം എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. കാരണം അത്ര റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ നല്ല വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വണ്ടി കാറും ഒക്കെ ഉണ്ട്. എൻ്റെ കെട്ടിയോൻ നടക്കുന്നു. ചേട്ടന് ഫുഡ് കിട്ടാൻ കൊണ്ട് ചേട്ടന് ടയർഡാണ്. അപ്പോൾ നമ്മൾ ഒരാൾ ടയർഡാകുമ്പോൾ ഒരാൾ സംസാരിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കണത്. അങ്ങനെ എൻ്റെ അമ്മേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നിർത്താണ്, കാരണം നമ്മൾ രണ്ടുപേരും ഭയങ്കര ടയർഡാണ്. ഇനി ഒന്നിനുള്ള എനർജി ഇല്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. രാവിലെ കഷ്ടി 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് രാവിലെ എണീറ്റ് യാത്ര ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിയുക. അപ്പോൾ ദിവസം കഴിയുന്നില്ല, ചിലപ്പം മുന്നോട്ട് വേറെ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടാൽ നമ്മൾ വീണ്ടും വരും. എന്തായാലും ഇപ്പം ഈ ഒരു കാഴ്ചകളിൽ നിന്ന് നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ ക്യാമറമാൻ വിഷ്ണു ചേട്ടനപ്പോൾ കാവ്യ ചേച്ചി. ഗൈസ്, ഇത് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ്. ഇപ്പോൾ സമയം 5 മണി. കറക്റ്റ് കൃത്യം 5 മണി. 5 മണിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി കുറച്ച് ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാം. ഇയാളുടെ തൈറോയിഡിൻ്റെ അകത്ത് എന്താവും എനിക്കറിയില്ല. എനിക്ക് നാളെ ചെവി വയ്യ, സത്യം പറയാലോ. ഞാൻ നാളത്തേക്ക് വീട് ഞാൻ തൈലോടാൻ വേണ്ടി പറഞ്ഞത്. ചേട്ടാ തിരുമ്പി തരാൻ പറയും. ഞാൻ തിരിഞ്ഞൊന്നും വിട്ടു പോകും. കൾച്ചറൽ സ്ക്രീപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ.